ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. MRPയേക്കാൾ ഉയർന്ന തുകയ്ക്ക് സാധനം വാങ്ങിയതായി ബില്ലുണ്ടാക്കിയെന്നും കണ്ടെത്തി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ബിനേഷ് ഖാനെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിൽ അഴിമതി നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ഗംബൂട്ടും ഫസ്റ്റ് എയ്ഡ് ബോക്സും അനുബന്ധ സാധനങ്ങളും വാങ്ങിയതിൽ വൻ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. ആകെ 8,63,000-ത്തിലധികം രൂപയുടെ സാധനങ്ങൾ ടെൻഡർ വിളിക്കാതെയാണ് വാങ്ങിയത്. തങ്കമണിയിലെ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതായി ബില്ലുമുണ്ടാക്കി. എന്നാൽ ഇവിടെ നിന്നും സാധനം വാങ്ങാതെ സ്ഥാപനത്തിന് 15% കമ്മീഷൻ നൽകാമെന്ന വ്യവസ്ഥയിലാണ് ബില്ല് വാങ്ങിയതെന്നും കമ്മീഷൻ കൊടുത്തതായും കണ്ടെത്തി. സാധനത്തിന്റെ MRPയേക്കാൾ കൂടുതൽ വിലയാണ് ബില്ലിൽ കാണിച്ചിരിക്കുന്നത്. ഗംബൂട്ടുകൾ വാങ്ങിയ ഇനത്തിൽ MRPയേക്കാൾ 1,24,500-ഉം ഫസ്റ്റ് എയ്ഡ് ബോക്സ് വാങ്ങിയ ഇനത്തിൽ 74,400 രൂപയും അധികം ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൺസ്ക്രീൻ വാങ്ങിയ ഇനത്തിൽ പോലും 2,300-ലധികം രൂപ തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. മറ്റു പദ്ധതികളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 1,63,333 രൂപ വീതം വിലയുള്ള 3 ലൈറ്റ് വാങ്ങിയതായി രേഖകളുണ്ടെങ്കിലും ഒരെണ്ണം മാത്രമാണ് വാങ്ങിയത്. തെരുവ് വിളക്ക് പദ്ധതിയിൽ സോളാർ ലൈറ്റുകൾ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. വയോധികർക്കായുള്ള 111 കട്ടിലുകളും വിതരണം ചെയ്തിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. അരുവിക്കര മൈലമൂട് റോഡ് തകർന്നിട്ട് വർഷങ്ങളേറെ പിന്നിടുമ്പോഴും അധികൃതർ മൗനത്തിൽ. പ്രധാനമന്ത്രി ഗ്രാമീണ സംയോജന പദ്ധതി പ്രകാരം പണി കഴിപ്പിച്ച റോഡ് പ്രദേശവാസികളുടെ ഏക ആശ്രയമാണെന്നിരിക്കെയാണ് അധികൃതരുടെ ഈ അവഗണന. 2.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ ദയനീയമായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. റോഡ് നിർമ്മിച്ചിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നാളിതുവരെ നവീകരണ പ്രവൃത്തികളൊന്നും നടത്തിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ ഇരുവശങ്ങളിലും കാടുകയറി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറി. 8 മീറ്റർ വീതിയുണ്ടായിരുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞും ടാറുകൾ അടർന്നുമാറിയും കാടുകയറിയും ഇപ്പോൾ 3 മീറ്ററായി മാറി. മലയോര പട്ടണമായ നെടുമങ്ങാട്ടിലേക്ക് എത്തുന്നതിനുള്ള ഈ പാതയിൽ അംഗൻവാടി, സിദ്ധ ആയുർവേദ ആശുപത്രി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. നാളിതുവരെ ഈ റോഡ് ഒന്ന് പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ റീടാർ ചെയ്യാനോ നാളിതുവരെ ഗവൺമെൻറ് മീൻസ് ഇതിനകത്ത് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിനാണ്. ജില്ലാ പഞ്ചായത്ത് നാളിതുവരെ ഈ വർക്ക് ടെൻഡർ ചെയ്യുകയോ പുനരുദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല. ഒട്ടനവധി വാഹനങ്ങൾ, അതായത് ഹെവി വെഹിക്കിൾ ഉൾപ്പെടെ ഒട്ടനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തോട് സാമ്യം കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. അരുവിക്കര ടൂറിസം മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഉൾപ്പെടെ എളുപ്പമാർഗം കടന്നുപോകാൻ തിരഞ്ഞെടുക്കുന്ന പ്രധാന റോഡായ മുള്ളിലവൻമൂട് കാഞ്ചിക്കാവിള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വൈകരുത് എന്നാണ് പ്രധാന ആവശ്യം. ഇതിനോടകം നിരവധി നിവേദനങ്ങളാണ് റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകൾ നൽകിയത്. ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ പരിപാടിക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. 2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച 2 കിലോമീറ്റർ ഗ്രാമീണ പാത 2 മാസത്തിനകം തകർന്നു. പട്ടാമ്പിയിൽ നിന്ന് കൊടുമുണ്ട തീരദേശം വഴി പള്ളിപ്പുറത്തേക്കുള്ള പാതയാണ് ഇടിഞ്ഞു താഴ്ന്നത്. റോഡ് നിർമ്മാണ സമയത്ത് അശാസ്ത്രീയ പ്രവൃത്തിയാണെന്നതിനൊപ്പം കടുത്ത അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. കനത്ത മഴയിൽ റോഡ് ഏത് സമയവും പൂർണ്ണമായും തകരുന്ന സ്ഥിതിയാണ്. തീരദേശ റോഡ് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് കൊടുമുണ്ട തീരദേശം വഴി പാലത്തറയിലേക്കുള്ള റോഡ് നവീകരിച്ചത്. ഇതിനായി 2 കോടി രൂപ ചെലവഴിച്ചു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസമായപ്പോഴേക്കും റോഡ് ഇടിഞ്ഞു താഴ്ന്നു. പടിഞ്ഞാറേ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത്. നിലവിൽ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒരു വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഏത് സമയവും റോഡ് പൂർണ്ണമായും താഴ്ചയിലേക്ക് ഇടിഞ്ഞു പോകാം. ഇതുകൊണ്ട് തന്നെ ഏറെ ഭീതിയോടെയാണ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നത്. വാഹനങ്ങൾ പോകുമ്പോൾ റോഡ് ഇടിയുന്ന സാഹചര്യമുണ്ടായാൽ അത് വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ടാർ വീപ്പകൾ വെച്ചും കയർ കെട്ടിയുമൊക്കെയാണ് അപായ മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂരിയാട് ഭാഗത്തുണ്ടായിട്ടുള്ള വിള്ളലിനോടനുബന്ധിച്ചുള്ള അതേമാതിരിയുള്ള ഒരു വിള്ളലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇതിൽ കാണുന്നത്. കാരണം ഇത് വീണ്ടും താഴത്തേക്ക് വീഴാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിന് സാമ്പത്തികമായിട്ട് ഗവൺമെൻറ്റിന് ഇനി ഇതിൻ്റെ മുകളിൽ കാശ് ചെലവാക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതിന് വ്യക്തമായ ഒരു നടപടി പിന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവണം.
നിലവിൽ റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴയിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി തകർച്ച രൂക്ഷമാകാനും സാധ്യതയുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ അശാസ്ത്രീയമെന്നും അഴിമതിയെന്നും ആരോപണമുയർന്നിരുന്നു. റോഡ് നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും കരാറുകാരന് ബിൽ അനുവദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി 26-ന് ചീഫ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. സാങ്കേതിക അനുമതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പണികളിൽ പകുതിയും ചെയ്തിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് കരാറുകാരന് ബിൽ തുക നൽകിയെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. റോഡിന്റെ ഉദ്ഘാടന വേളയിൽ എഞ്ചിനീയറെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് ആദരിക്കുകയും ചെയ്തു. ഈ റോഡാണ് ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം കൊണ്ട് യാത്രയ്ക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അപകട ഭീഷണിയായ മതിൽ പൊളിച്ചു നീക്കാൻ നടപടിയില്ല. പ്രവന്തൂർ വാഴത്തോപ്പിലാണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ള ഈ മതിലുള്ളത്. ഗുരുദേവ ഹൈസ്കൂൾ, SNUPS, ഗവൺമെന്റ് LPS എന്നീ സ്കൂളുകളിലെ കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്നാണ് അപകട ഭീഷണി ഉയർത്തുന്ന മതിൽ. കടക്കാമൺ വാഴത്തോപ്പ് ജംഗ്ഷനിൽ വനംവകുപ്പിന്റെ ഭൂമി സംരക്ഷിക്കുന്നതിനായി വനംവകുപ്പ് നിർമ്മിച്ച കൂറ്റൻ മതിലാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായി നിലകൊള്ളുന്നത്. മതിലിന്റെ നിർമ്മാണ സമയത്ത് തന്നെ ബലക്ഷയവും അശാസ്ത്രീയതയും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അധികൃതർ അത് ചെവിക്കൊണ്ടിരുന്നില്ല. 1 കിലോമീറ്ററുള്ള മതിലിന്റെ ഏറിയ ഭാഗവും കാലപ്പഴക്കത്താൽ പലപ്പോഴായി തകർന്ന അവസ്ഥയിലാണ്. ഏതു നിമിഷവും വെയിറ്റിംഗ് ഷെഡിനുള്ളിലേക്ക് തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ ഇളകി നിൽക്കുകയാണ് മതിൽ. ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരും സ്കൂൾ വിട്ടുവരുന്ന സമയങ്ങളിൽ നിരവധി കുട്ടികളും ശക്തമായ മഴയിൽ ഇവിടെയാണ് നിൽക്കുന്നത്. മതിൽ തകർന്നു വീഴുകയാണെങ്കിൽ വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദിവസവും നിരവധി ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു വെയിറ്റ് ഷെഡാണ് ഇവിടെ. അപ്പൊ ഇതിന്റെ ഈ ഡിപ്പോയുടെ മതിൽക്കെട്ട്, കടക്കാവൺ തടി ഡിപ്പോയുടെ മതിൽക്കെട്ട് നമ്മുടെ ഈ വെയിറ്റ് ഷെഡിന് പോലും അവിടെ നിൽക്കുന്നവർക്ക് പോലും ഭീഷണിയായി. അപ്പുറത്തെ സൈഡ് കഴിഞ്ഞ ദിവസമാണ് ഇടിഞ്ഞു വീണത്. ഇന്നിപ്പം നാണ്ട രാവിലെ ഈ സൈഡ് ഇടിഞ്ഞു വീണു. എന്തായാലും ഭാഗ്യത്തിന് പിള്ളേരൊക്കെ കയറിപ്പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇടിഞ്ഞത്. അടിയന്തരമായി ഈ മതിൽക്കെട്ടിന്റെ ഈ ഭാഗം വൃത്തിയാക്കുന്നല്ല, അത് മതിൽ ഇടിഞ്ഞു വീഴാതിരിക്കാനുള്ള നടപടികൾ വനം വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ പേരിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മതിലിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാർ വേണ്ടത്ര ഗുണനിലവാരമുള്ള നിലയിലല്ല മതിൽ നിർമ്മിച്ചതെന്ന് ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണം പൂർത്തിയാക്കി ഏറെ നാൾ കഴിയും മുമ്പ് മതിൽ തകരുന്നത്. മതിലിന്റെ അപകടാവസ്ഥ വനംവകുപ്പ് അധികൃതരെ നിരവധി തവണ ധരിപ്പിച്ചെങ്കിലും ഇതുവരെയും ആരും തിരിഞ്ഞുനോക്കിയില്ല. ഈ മതിൽ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ.